എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെന്ന്, കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കും, ഞാൻ പറയാമെന്ന്. അമ്മയുടെ ബൈബിള് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണ്? കറുത്ത് മുഷിഞ്ഞ് കീറി പറഞ്ഞൊരു ബൈബിൾ വായിച്ച് വായിച്ച് അതിൻ്റെ അവസ്ഥ അത്രക്ക് മോശമാണ്. പുസ്തകം എടുത്ത് വെച്ചിട്ട് സ്വർഗസ്ഥനായ സാവധാനം ഒന്ന് ചൊല്ലി നോക്കണം. ഒന്നാലോചിച്ച് നോക്കടാ, 35-ാം വയസ്സിൽ തട്ടിപ്പോയ എന്നോടാണ് 72-ാം വയസ്സുള്ളവൻ പ്രാർത്ഥിക്കണം ജീവിക്കാൻ വേണ്ടി. അന്നേരത്തെ ഭാഷ അറിയാമോ? മലയാളം പുള്ളിക്ക് അറിഞ്ഞൂടാ, പിന്നെ എന്തിനാണ് പുള്ളിയോട് പറഞ്ഞിട്ട്? പ്രിയമുള്ളവരെ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ആർക്ക്? ഈശോയ്ക്ക്. വെറുതെ മുമ്പിലാണ് പോയി നിൽക്കുക. വചനം വായിക്കാനുള്ള അനുവാദം എല്ലാവർക്കും ഉണ്ട്, വചനം പ്രഘോഷിക്കാനുള്ള അനുവാദം എല്ലാവർക്കും ഇല്ല. അച്ഛൻ എന്നെ കൈകൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവ് എൻ്റെ മുമ്പിലായിരിക്കുന്ന 26 പേരിക്കും മുഴുവനൊന്നും മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ഒരു പച്ചയായ വ്യക്തിയായി എനിക്കോ നിങ്ങൾക്കോ എല്ലാവരുടെയും മുമ്പിൽ ഒരേപോലെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. മുഴുവനായും മാറ്റാൻ പറ്റുന്നൊരു സമയം വരും, അന്ന് നമ്മൾ മാറ്റും. അന്ന് മറകൂടാതെ എനിക്ക് എൻ്റെ ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ബൈബിള് പലപ്പോഴും ഇങ്ങനെ നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിക്കുന്നല്ലാതെ അതിലെ പല കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്നതിൻ്റെ പകുതി പോലും എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ അമ്മക്ക് ഒരുപാട് അറിയാം കേട്ടോ. അമ്മയുടെ ബൈബിള് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണ്? കറുത്ത് മുഷിഞ്ഞ് കീറി പറഞ്ഞൊരു ബൈബിൾ വായിച്ച് വായിച്ച് അതിൻ്റെ അവസ്ഥ അത്രക്ക് മോശം. പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം ബൈബിള് അരച്ച് കലക്കിയ അമ്മയുടെ വയറ്റിൽ നിന്നാണല്ലോ ഞാൻ പുറത്തു വന്നത് എന്നുള്ളൊരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട്. ഞാൻ പറയാം, വചനം എന്ന് പറയുന്നത് വചനം വായിക്കാനുള്ളതാണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വചനമുള്ളത്? അതെ, വചനം വായിക്കാനുള്ളതാണോ എന്ന് ചോദിച്ചാൽ, സ്വർഗസ്ഥനായ നിങ്ങൾക്കറിയാലോ. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് ചെല്ലും. നന്മ നിറഞ്ഞ മറിയമേ അറിയാം. കാരണം ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഭംഗി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ചില പ്രാർത്ഥനകൾ ഞാൻ പറയുന്നത് ചിലപ്പോഴെങ്കിലും, ചിലപ്പോഴെന്നല്ല, മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ പുസ്തകം എടുത്ത് വെച്ചിട്ട് സ്വർഗസ്ഥനായ സാവധാനം ഒന്ന് ചൊല്ലി നോക്കണം. ഭയങ്കര വലിയൊരു പ്രാർത്ഥനയാണ്. അതിങ്ങനെ വെറുതെ ചെല്ലി 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 അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറാം. ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ഒപ്പം ഞാൻ മിഖായൽ മാലാഖയുടെ ഒരു ജപമാലയോടെ ഉണ്ട്, അതും കൂടി പ്രാർത്ഥിക്കണമെന്നുണ്ട്. അത് ഞാൻ അവൾക്ക് അഴിച്ചും കൊടുത്ത്, ജപമാല പിന്നെ അവൾക്ക് അറിയാം. അപ്പോൾ അവൾ എനിക്ക് മറുപടി വിട്ടത് ഇങ്ങനെയാണ്, അച്ഛാ ജപമാല ഞാൻ ചൊല്ലിയേക്കാം, പക്ഷെ മറ്റത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഞാനത് തന്നിട്ടുണ്ടല്ല. അല്ല, അത് നോക്കിയൊക്കെ വായിക്കണ്ടേ. മറ്റേതെന്ന് വെച്ചാൽ എനിക്ക് കാണാപ്പാടം അറിയാത്തതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സൈഡിൽ കൂടി പൊക്കോളും. ഇതിനെ എനിക്ക് ബുദ്ധിമുട്ടണം വെച്ചാൽ ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടണം. പ്രാർത്ഥനകളിൽ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെടണം. മറ്റേത് സ്പോണ്ടേനിയസ് ആണ്, നമുക്കത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. സ്വർഗസ്ഥനായ അത് ഭാഗമാണ്, അത് കഴിയുമ്പോൾ നന്മ നിറഞ്ഞ അത് ഭാഗമാണ്. അതിങ്ങനെ എത്ര എണ്ണം ചെല്ലിപ്പോകുന്നുള്ളത് നമുക്കറിയില്ല. കൃത്യമായിട്ട് 10 എണ്ണമൊക്കെ ചെല്ലി വീണ്ടും അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ അതിൻ്റെ ശക്തിയും മഹത്വവും ഇങ്ങനെ കുറച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാസത്തിലൊരിക്കൽ നിങ്ങൾ പുസ്തകം എടുത്തു വെച്ചിട്ട് സ്വർഗസ്ഥനായും നന്മ നിറഞ്ഞ മറിയുമോ സാവധാനം ചൊല്ലി ഓരോ രഹസ്യങ്ങളിലൂടെ കടന്നുപോയി ലുത്തിനിയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മളോട് തന്നെ പറയും, കൊള്ളാലത്, ഇതിനകത്ത് എന്തോ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയും. പ്രിയമുള്ളവരെ, തിരുവചനവും അത് തന്നെയാ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാ. വചനം വായിക്കുന്നതല്ല, വചനം ജീവിക്കാനായിട്ട് പറ്റണമെന്ന് പറയും. വചനം ജീവിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് വചനങ്ങൾ നമ്മൾ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. ചിലപ്പോൾ കളിയാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ലേ? കളിയാക്കാൻ ഉപയോഗിക്കും വചനം. കളിയാക്കാൻ ഉപയോഗിക്കുമ്പോൾ വചനം അത് ദൈവവചനമായിട്ടല്ല മാറുന്നത്, മറിച്ച് പിശാചിൻ്റെ വചനമായിട്ടാണ്. പിശാച് പോലും വചനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ പിശാചാണോ അതോ ദൈവമാണോ എന്ന് ചിന്തിക്കണം. എനിക്ക് വചനം അറിയാം, പക്ഷേ അത് എൻ്റെ അധരത്തിൽ നിന്ന് വരുമ്പോൾ അത് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നാണോ വരുന്നത് അല്ലെങ്കിൽ പിശാചിൻ്റെ അധരത്തിൽ നിന്നാണോ വരുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചൊവ്വാഴ്ച ദിവസം അല്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? അന്തോണി സുണ്ണാണല്ലോ അല്ലേ? അന്തോണി തന്നെ നമുക്ക് ഇഷ്ടമാണല്ലേ? എന്താണത്? എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്.
ഞങ്ങൾ അത്രയും ഭയങ്കര കണക്ഷനാണ്. അപ്പം ഞാൻ പലപ്പോഴും അന്തോണീസ് പുണ്യാളൻ്റെ പള്ളികളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം വെറുതെ ഇരിക്കുമ്പോൾ പുള്ളിയുടെ മുമ്പിൽ പോയിരിക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞാണ്, എടാ നീ ആ ചേട്ടൻ ഓക്കെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്തി? ആ ചേട്ടന് 72 വയസ്സുണ്ടാ, ബൈപ്പാസാണ്, അത് മര്യാദ നടത്താൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നാണെന്ന് പറഞ്ഞു. ശരിയാണ്. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് അന്തോണീസ് പുണ്യാളൻ പറയണേ, ഒന്ന് ആലോചിച്ച് നോക്കേടാ, 35-ാം വയസ്സിൽ തട്ടിപ്പോയ എന്നോടാണ് 72-ാം വയസ്സുള്ളവൻ പ്രാർത്ഥിക്കണം ജീവിക്കാൻ വേണ്ടി. ഞാനാരും ശരിയല്ലേ? 36 വയസ്സായില്ല, 35-ാം വയസ്സിൽ തട്ടിപ്പോയ എന്നോട് എന്നെക്കാളും ഇരട്ടി വയസ്സ് കിട്ടിയിരുന്നു, പിന്നെ 2 വയസ്സ് ബോണസ് കിട്ടിയിട്ടുണ്ട്. അവൻ പ്രാർത്ഥിക്കുകയാണ്, എന്താണ്? ഈശോയെ എനിക്കൊന്നും വരുത്തിയേക്കുന്നുണ്ട്. അതെന്നോട് പറയാൻ ഈശോനോട്. ഞാൻ ഈശോനോട് ഇതെങ്ങനെ പോയി പറയും? ഈശോനോട്, എടാ നിന്നെ 35-ാം വയസ്സിൽ തട്ടി, നിനക്ക് നാണാവില്ല എൻ്റെ അടുത്ത് ചോദിക്കാൻ? പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥനകളെ ഒന്ന് ശരിക്കും വിശദീകരിക്കണം, ഒന്ന് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. അന്തോണീസ് പുണ്യാളൻ ജനിച്ചത് എവിടെയാ? അതാണ് എനിക്ക് പ്രശ്നം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ തലതിരിവാണെന്ന് മാത്രം. ഇന്നലെ അമ്പ് കൊണ്ട് സെബാസ്റ്റ്യാനോസ് പുണ്യാളനെ കൊന്ന്, ഇന്ന് അന്തോണീസ് പുണ്യാളനെ മറ്റേ പാതുവെ കൊണ്ടായി ജനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ട്, കണ്ട, വിവരമുള്ളവരും ഉണ്ട്. ലിസ്ബണിലാണ് അന്തോണീസ് പുണ്യാളൻ ജനിച്ചത്. അന്തോണീസ് പുണ്യാളൻ ഭാഷ അറിയാമോ? അന്തോണീസ് പുണ്യാളൻ്റെ ഭാഷ മലയാളം പുള്ളിക്ക് അറിഞ്ഞൂടാ, പിന്നെ എന്തിനാണ് പുള്ളിയോട് പറഞ്ഞിട്ട്? മലയാളം അറിയാവുന്ന ഭാഷ അറിയാവുന്ന വിശുദ്ധരുണ്ട് കുറച്ച് പേര്. ആരൊക്കെയാണ്? അൽഫോൻസാമ, ചാവറ പിതാവ്, എവുപ്രാസ്യാമ, മറിയന്ത്രേസ്യാമ. പ്രാർത്ഥിക്കാറുണ്ട് ഇവരോട്. പ്രിയമുള്ള ഒരു ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യമില്ലാതെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന 4 പേര് നമുക്കുണ്ടായിട്ടും നമ്മൾക്ക് അവർ ഗവനിക്കാൻ നേരമില്ല. നമ്മൾ ഭാഷ അറിയാൻ പാടില്ലാത്തവന് ഇവനെന്താണ് പോയി പറയണത്? കുറെ നേരമായി. അപ്പൊ മറിയന്ത്രേസിനോട് പറയണ്ടാവും, എടി ഇവനെന്താണ് ഈ പറഞ്ഞു, ഒന്നും മനസ്സിലാക്കി തന്നെ. അവര് വെറുതെ നിൽക്കണം, ഒരു പണിയില്ലാതെ. അന്തോണീസ് പുണ്യാളൻ ഇത് കെട്ടുകണക്കിന് പെറ്റീഷനാവും നടക്കണത്. ഇതും കൊണ്ടൊക്കെ അവന് കണ്ടെയ്നറായിട്ടാണ് ഇടക്കിടക്ക് പോകണം. എല്ലാ ചൊവ്വാഴ്ചയും 2 കണ്ടെയ്നർ വിളിച്ചിട്ട് കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് ഒരു പണിയില്ലാതെ കുറെ പേര് ഇരിപ്പുണ്ട്. എവുപ്രാസ്യാമ, നമ്മളുടെ മറിയന്ത്രേസ്യാമ, ചാവറപ്പിതാവൊക്കെ എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടെന്ന് വല്ലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ചാവറപ്പിതാവിനോട്. ഒന്ന് ചോദിച്ചു നോക്കെ, അവർ വെറുതെ ഇരിക്കണോണ്ടേ എന്തായാലും മേടിച്ചു തരും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ചോദിക്കുന്നത്, എന്തിനാണ് ചോദിക്കുന്നത്, എന്താണ് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യം എന്നൊന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലെന്നുള്ള. അപ്പോൾ എനിക്ക് അന്തോണീസ് പുണ്യാളൻ അത്ര ഇഷ്ടമാണ്. അന്തോണീസ് പുണ്യാളൻ ജനിച്ചത് ലിസ്ബണിലാണ്, മരിച്ചതാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയാൻ പേടിയാവും, കാരണം മൊത്തം തെറ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതും കൂടിയും പറഞ്ഞ് ഞാൻ തെറ്റിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വിചാരിക്കണോ അല്ലേ? പ്രിയമുള്ളവരെ, ധൈര്യമായിട്ട് പറഞ്ഞു, എവിടെയാണ്? പാതുവായിൽ. പ്രിയമുള്ളൊരു തർക്കമുണ്ട് അതിനകത്ത്. പാതുവായിലാണോ മരിച്ചതെന്നതിന് പിന്നെ തർക്കമുണ്ട്. ആ തർക്കത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പാതുവായിൽ വെച്ച് മരിച്ചു എന്നും പറയുന്നുണ്ട്, പാതുവായിലേക്ക് വരുന്ന വഴി മരിച്ചു എന്നും പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അന്തോണീസ് പുണ്യാളൻ നമുക്കറിയാമല്ലോ, ഭയങ്കര വിശുദ്ധനായിരുന്നു. ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. മരണമടഞ്ഞതിന് ശേഷം ആ അത്ഭുതങ്ങളുടെ പ്രവാഹം വരും. ഇവൻ്റെ പേരിൽ ഒരു റെക്കോർഡുണ്ട്. എന്താണെന്നറിയോ? ഏറ്റവും പെട്ടെന്ന് വിശുദ്ധനായതിൽ 2ാം സ്ഥാനം ഇവനാ. ഫസ്റ്റ് വേറൊരു ചേട്ടൻ അടിച്ചിട്ടുണ്ടോ? അതാരാണെന്നറിയാമോ? കാരണം അവന് മീച്ചുമില്ല, അവന് മാർക്കറ്റില്ല, അതുകൊണ്ട് അവൻ നമുക്കറിയില്ല. പീറ്റർ ക്ലാവൂസ് എന്നാണ്, ഡൊമിനിക്കൻ വൈദികനാണ്. ഒരു വർഷത്തെ ഈ അന്തോണീസ് പുണ്യാളനേക്കാളും 3 ദിവസം മുമ്പ് വിശുദ്ധനായി എന്നുള്ളതാണ്. അന്തോണീസ് പുണ്യാളൻ അതിന് ശേഷമാണ് വിശുദ്ധനായത്. 1 വർഷത്തിന് താഴെ എടുത്തുള്ളൂ 2 പേരും. ഈ അന്തോണീസ് പുണ്യാളൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത്, അന്തോണീസ് പുണ്യാളൻ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അന്തോണീസ് പുണ്യാളൻ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് ഈശോയോട് ചോദിച്ചത്, ഈശോയെ എനിക്ക് പാതുവായി കിടന്ന് മരിക്കണം എന്ന് പറഞ്ഞു. വേറൊന്നും ചോദിച്ചില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ അന്തോണീസ് പുണ്യാളൻ പാതുവായിലേക്ക് വരുന്ന വഴി ആരിയൂസ് അങ്ങനെ ഒരു സ്ഥലത്ത്, ഞാൻ പേര് മറന്നുപോയി, അവിടെ വെച്ച് മരിച്ചു എന്നാണ് പറഞ്ഞു.
ഞാനത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാതുവായിലെത്തിയില്ല, അതിനു മുമ്പ് മരിച്ചു. എന്തായാലും അന്തോണീസ് പുണ്യാളൻ മരിച്ച് പത്രോസിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ്, പത്രോസ് എനിക്കിത് 3 പേരെ ഒരുമിച്ച് ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞു. പിതാവിനും പുത്രനെയും പരിശുദ്ധാത്മാവിനും കിട്ടണം, എനിക്ക് 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ സ്വർഗത്തിൽ കയറണുള്ളൂ. അപ്പോൾ പറഞ്ഞു ഓക്കെ, കാരണം ഇത്രയും നല്ല ജീവിതം നയിച്ചു വന്നേക്കണല്ലേ, അതുകൊണ്ട് ഓക്കെ വന്ന് കണ്ടോളൂ. കണ്ടിട്ട് അന്തോണീസ് പുണ്യാളൻ ചോദിച്ചത് എങ്ങനെയാണ്, എൻ്റെ പൊന്നു ഭർത്താവേ എന്തൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കഴുതയുടെ മുമ്പിൽ റിസ്ക് എടുത്തിട്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഞാൻ അത് നടന്നില്ല, അത് ഞാൻ ആകെ ചമ്മിപ്പോയാൻ. പക്ഷേ അതൊക്കെ ഞാൻ അത്ര റിസ്ക് എടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ദിവ്യകാരുണ്യ ഭക്തി ലോകം മുഴുവൻ ഞാൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ച വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്, പാതുവായിലേക്ക് വരുന്ന വഴി എന്നെ കൊല്ലേണ്ട വല്ല കാര്യം ഉണ്ടായ കുറച്ചും കൂടി നടന്നേച്ചെങ്കിൽ ഞാൻ പാതുവായിലെത്തിയാനെ. എൻ്റെ ചെറിയൊരു ആഗ്രഹമല്ല നീ നടത്താതിരുന്നുള്ളൂ. അപ്പോൾ ഈശോ അവനോട് ചോദിച്ചിട്ടുണ്ട്, അല്ലടാ നീ ഇതെന്തിനാ ചോദിക്കാൻ കാരണം? എനിക്ക് പാതുവായിൽ അന്തോണീസ് എന്ന് അറിയപ്പെടണം. എടാ നീ എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തരാൻ നീ ആളല്ല, ഞാൻ തീരുമാനിച്ചോളാം. നിനക്ക് പാതുവായി കിടന്ന് മരിക്കണം എന്നാണ് നീ ചോദിച്ചത്. ഞാൻ പാതുവായിൽ അന്തോണീസ് എന്ന് അറിയപ്പെടണമെന്നല്ല നിൻ്റെ ആഗ്രഹം, അതിനവിടെ കിടന്ന് മരിക്കണമെന്നുണ്ടാ ഒരു കാര്യമില്ല, അത് ഞാനേറ്റ്, നീ പൊയ്ക്കോ. പ്രിയമുള്ളവരെ, ജനിച്ച സ്ഥലം പോലും നമുക്ക് വ്യക്തമല്ല. അന്തോണീസ് പുണ്യാളൻ മരിച്ച സ്ഥലവും നമുക്കറിയില്ല, പക്ഷെ അറിയപ്പെടുന്നത് എന്താണ്? പാതുവായിൽ അന്തോണീസ്. പ്രിയമുള്ളവരെ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട കാര്യമില്ല ആർക്ക്? ഈശോയ്ക്ക്. അവനറിയാം. വെറുതെ മുമ്പിലാണ് പോയി നിൽക്കാം, ദേ ഇത്രേ ഉള്ളൂ ഞാൻ. അങ്ങനെ ഒരു കണക്ഷൻ, അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ പ്രിയമുള്ളവരെ വേറെ ഒന്നും എനിക്ക് വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഫീലിലേക്ക് എത്തണമെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് നമുക്ക് വചനവായനയിലും ഞാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വചനം, നമ്മളിപ്പോൾ ഓഡിയോ ബൈബിൾ വന്നിട്ടുണ്ട്, വീഡിയോ ബൈബിൾ വന്നിട്ടുണ്ട്, ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈശോ വിശുദ്ധ ലിഖിതങ്ങൾ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈശോ സംസാരിച്ചെന്ന് വെച്ചാൽ ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ എപ്പോഴും ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, യൂണിവേഴ്സൽ ട്രൂത്തിൻ്റെ കൂടെ നിൽക്കാനാണ് നമുക്കൊക്കെ താല്പര്യം. പ്രായോഗികമായിട്ട് ഈശോ, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിൽ ജനിച്ച് 30 വർഷം പരിശുദ്ധ അമ്മയുടെ കൂടെ ജീവിച്ച് 30-ാം വർഷത്തിൽ 3 വർഷം പരസ്യ ജീവിതം നടത്തിയത് അവൻ എവിടെയാ? അങ്ങനെയൊക്കെ ചോദിക്കില്ല അത് നമുക്ക് അല്ലേ? പാലസ്തീനയിൽ പ്രാന്തപ്രദേശങ്ങളിൽ, ഹെബ്രായ നാടുകളിലാണ് അവൻ പരസ്യജീവൻ നടത്തിയത്. അതുകൊണ്ട് ഈശോ ആരോടാണ് സംസാരിച്ചത്? അവിടെയുള്ളവരോടാ. അവൻ ഉപമ പറഞ്ഞത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. അവൻ എവിടെയാണ് ജീവിച്ചെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇതായിരിക്കില്ല. ആട്ടിടയനെ പറ്റി ഇവിടെ ഒരു ധാരണ ഉണ്ടാവില്ല, ഒട്ടകത്തെ പറ്റി ആയിരിക്കും പറയാമോ? ഈന്തപ്പഴം ആയിരിക്കുള്ളൂ, അത്തിപ്പഴം ആയിരിക്കില്ല, ഈന്തപ്പഴം ആയിരിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈശോ സംസാരിച്ചത് ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതാ. എനിക്ക് ദുബായിൽ മലയാളം സംസാരിക്കുന്ന മലയാളികളായ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരോടാണ് ഞാൻ വചനം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വചനം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എവിടെ നിന്ന് സംസാരിക്കുന്നു, ഞാൻ എന്തിന് സംസാരിക്കുന്നു എന്നൊരു ബോധ്യം അത് കേൾക്കുന്നവർക്കുണ്ടാവും. അങ്ങനെ അന്ന് പറഞ്ഞ ആ വചനം നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ ഒന്ന് തിരുത്തി വായിക്കാനായിട്ട് പറ്റണം. വചനം വായിക്കാനുള്ള അനുവാദം എല്ലാവർക്കും ഉണ്ട്, വചനം പ്രഘോഷിക്കാനുള്ള അനുവാദം എല്ലാവർക്കും ഇല്ല. വചനം പ്രഘോഷിക്കാനുള്ള അനുവാദം സഭയ്ക്കാണുള്ളത്. ആ സഭയുടെ ഒരു ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളും ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഞങ്ങളെപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ നിന്നിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് വചനം അത് വായിക്കാനുള്ളത് മാത്രമല്ല, അത് ജീവിക്കാനുള്ളതാണ്. വചനം വ്യക്തി ജീവിതത്തിൽ അരച്ച് കലക്കി അത് ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റണമെന്നാണ് പറയും.
അങ്ങനെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ സാധിച്ചാൽ പിന്നീട് ഞാൻ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അത് ക്രിസ്തീയ ജീവിതമായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. ധ്യാനത്തിന് പോയി, നന്നായി അല്ലേ? ധ്യാനത്തിന് പോകണം എന്തിനു വേണ്ടിയിട്ടാണ്? നന്നാവാൻ. അപ്പം നമ്മൾ മോശമാണെന്ന് എൻ്റെ ചോദ്യം. പൗരോഹിത്യ സ്വീകരണത്തിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ അവസാനത്തെ ധ്യാനമാണ്, അച്ഛനാകുന്നതിന് മുമ്പുള്ള ധ്യാനം. ആ ധ്യാനം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ ധ്യാനിപ്പിച്ചത് ഒരു കപ്പുച്ചിൻ അച്ഛനാണ്. നിങ്ങളുടെ വികാരിച്ചൻ്റെയൊക്കെ വറീസച്ചൻ്റെയൊക്കെ പരിചയക്കാരാണ്. പ്രൊവിൻഷ്യലായിരുന്നു, ക്രിസ്ത്യച്ചനായിരുന്നു. ഞങ്ങൾ 26 പേരുണ്ട്. 26 പേര് ഞങ്ങൾ മുമ്പിൽ ഇങ്ങനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് വളരെ അവസാനത്തെ ധ്യാനമാണ്. ഉടനെ അച്ഛനാവാനുള്ളതാണ്. അപ്പോൾ ഒന്ന് നന്നാവണം, നിങ്ങൾ പറഞ്ഞു ഒന്ന് നന്നാവണമെന്ന് വിചാരിച്ച് വന്നിരിക്കുക. അങ്ങനെ നന്നാവണമെന്നുള്ള ധാരണയോടുകൂടെ വന്നിരുന്ന് ഞങ്ങൾ വളരെ ഭക്തിയോടെ അച്ഛനെ സ്വീകരിച്ചു. അച്ഛൻ പറഞ്ഞു എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ കൈകൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവ് എൻ്റെ മുമ്പിലായിരിക്കുന്ന 26 പേരിക്കും ഒരു മാറ്റം ഉണ്ടാവില്ലേ ഈ ധ്യാനത്തിലൂടെ? കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമെന്ന്. ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഇരിക്കുമോ? ഇല്ല, നമ്മൾ നന്നാവാൻ വന്നതാ. അപ്പോൾ കർത്താവ് ഒരു മാറ്റം ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? നമ്മളൊന്ന് മാറി നല്ലൊരു അച്ഛനാവാന്നുള്ള ധാരണയിൽ ഈ പുള്ളിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ ഓഴത്തരം നമുക്കാണ്ട് പിടിച്ചില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെന്ന്, കുഴപ്പമില്ല, നിങ്ങളിരിക്കും, ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി അതിനൊരു വിശദീകരണം നൽകി. എടാ, നീ ആരുടെ ഛായയും സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ചോദിച്ചു. നമ്മൾ ആരുടെ ഛായയും സാദൃശ്യം? ഈശോയുടെ. കണ്ണാടിയിൽ നോക്കിയിട്ട് തോന്നണ്ടത്? അയ്യോ, ഈ ഫിഗറാണ് ഈശോയ്ക്ക്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ ഭാവം, അതിൽ സൃഷ്ടിക്കപ്പെട്ടതാ. അതുകൊണ്ട് നാം മാറണോ? മാറണ്ട. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കർത്താവെ മാറ്റമില്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റണേന്ന് പ്രാർത്ഥിക്കണം. അന്ന് അച്ഛൻ അത് ഞങ്ങൾക്ക് ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ആ പ്രാർത്ഥനയുടെ അർത്ഥം പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമായി. കാരണം പ്രിയമുള്ളവരെ, ഞങ്ങൾ ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ആ ദൈവീക ഛായയിലും സാദൃശ്യത്തിലും ഇങ്ങനെ എന്നും നിലനിൽക്കാനുള്ളൊരു കൃപ ഈശോ എനിക്ക് നൽകണേന്നാണ്. അപ്പം ഞങ്ങൾ ചോദിച്ച്, ഇല്ലച്ചാ അത് പോയി എന്ത് ചെയ്യാൻ പറ്റും? പോയെങ്കിൽ തിരിച്ചു വരാന്നേ, മാറേണ്ട ആവശ്യമില്ല. അതായത് നീ മാറ്റിയാൽ മതി. നമ്മളിപ്പോൾ ഒരു മാസ്ക് വെച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണാൻ പറ്റുമോ മറ്റുള്ളവർക്ക്? ഇല്ല. അപ്പം നമ്മൾ മാറണോ അല്ലെങ്കിൽ അത് മാറ്റണോ? അത് മാറ്റണം. ഇപ്പം ഞാനെന്ന വ്യക്തി എൻ്റെ ജീവിതത്തിലൂടെ ധരിക്കപ്പെട്ടിട്ടുള്ള മാസ്ക് ധരിക്കാറുണ്ടോ? പുറത്തല്ല, ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ട്. മാസ്ക് ധരിക്കാത്തവരായിട്ട് ആരുമില്ല. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന മാസ്കുകളുടെ എണ്ണം കുറക്കാനായിട്ടുള്ളൊരു കൃപ കിട്ടണം. മുഴുവനൊന്നും മാറ്റാൻ പറ്റത്തില്ല നമുക്ക്. ഒരു പച്ചയായ വ്യക്തിയായി എനിക്കോ നിങ്ങൾക്കോ എല്ലാവരുടെയും മുമ്പിൽ ഒരേപോലെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഞാൻ എൻ്റെ വൈദികരുടെ കൂടെ നിൽക്കുന്നത് പോലെയല്ല ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെയല്ല ഞാൻ സേവനം ചെയ്യുന്ന എൻ്റെ ഇടവകയിൽ നിൽക്കുന്നത്. വ്യത്യാസമുണ്ട്. മാസ്കുകൾ ജീവിതത്തിൽ വേണം, പക്ഷെ എണ്ണം ഒന്ന് കുറക്കുന്നത് നല്ലതാണ്. മുഴുവനായും മാറ്റാൻ പറ്റുന്നൊരു സമയം വരും, അന്ന് നമ്മൾ മാറ്റും. അന്ന് മറ കൂടാതെ എനിക്ക് എൻ്റെ ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ ഒരു ദർശനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് അടിമുടി മാറാതെ ഇങ്ങനെ തന്നെ നിൽക്കാനും ആ അടിമുതൽ മുടി വരെ എൻ്റെ ദൈവിക ഛായയിലേക്ക് എൻ്റെ പ്രവൃത്തിയിലൂടെ വന്നു വീണിട്ടുള്ള പല മുഖംമൂടികളെയും എടുത്തു മാറ്റാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ചങ്കിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വീഴണമെന്നാണ് പറയുന്നത്.